നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒച്ചെടുക്കല്ലേ നാഗു, എങ്ങോട്ടാ വെച്ചടിച്ച്? ഓണസദ്യ ഉണ്ണാനേ എന്നെ വിളിച്ചു, നീയും കുടിക്കോ? എന്തിനാ, കൊല്ലാനോ? അയ്യേ, ചോറുണ്ടെങ്ങനെ മരിക്കുന്നത്? അതിന് മാത്രം ഞാൻ ആ സദ്യയിൽ വിഷം കലക്കിപ്പിച്ചിട്ടുണ്ട്. അയ്യോ, ഇങ്ങനെ ഒച്ച വെച്ച ആളെ കൂട്ടാതെ അവരവിടെ സമാധാനത്തോടെ ഇരുന്ന് കഴിക്കട്ടെ. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ നിന്ന് ഇന്ന് 5 പേരുടെ പേരങ്ങ് വെട്ടു. അടിപൊളി. ഇതൊക്കെ എങ്ങനെ ഒപ്പിക്കുന്നു? സോ സിമ്പിൾ. കാറ്ററിംഗ് സർവീസിലുള്ള ഒരുത്തനെ ഞാൻ അങ്ങ് പൊക്കി. ഒരു 10 ലക്ഷം അങ്ങ് വാഗ്ദാനം ചെയ്തു. കാശ് എറിഞ്ഞ നടക്കാത്ത എന്താ ഈ നാട്ടിലുള്ളത്? എന്നാലും എന്റെ ഭയങ്കരി, നീ ഇത്രയും വലിയ സംഭവമാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നമുക്കേ അവർ ചാകുന്നത് കാണാം. വാ വാ വാ, അങ്ങോട്ട് വാ. ഈ അജയനെ നാഗവല്യം കാണുന്നില്ലല്ലോ. അവര് വന്നോളും. വിശ്വട്ടം കഴിക്കും. കുറച്ച് സാമ്പാർ ഒഴിക്കട്ടെ? ഒഴിച്ചു ഒഴിച്ചു. മതി 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 മതി. കഴിക്ക് കഴിക്ക്, കുഴച്ചുരുട്ടി കഴിക്ക്. വടിച്ചടിക്ക്, ആസ്വദിച്ച് കഴിക്ക്. ഒരുമിച്ച് മേലോട്ട് പോകാനുള്ളതല്ലേ. മരണത്തിലും വേറെ പിരിയാത്ത മഹാമനസ്. കൊള്ളാമോ വിഷയട്ട്? പിന്നെ അസലായിട്ടുണ്ട്. ചേട്ടാ, ഈ അജയനും ടീച്ചറത്തോടെ പോയി കാണുന്നില്ലല്ലോ. അവര് വന്നോളൂന്നേ. അവള് വിട്ടിട്ട് വേണ്ടേ? ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. സംഭവിച്ചോളൂ. ഓഹോ, നല്ല സൂപ്പർ സദ്യ കേട്ടോ. അയ്യോ, ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും സ്വാദുള്ള ഒരു ഓണസദ്യ കൊണ്ടിട്ടില്ല. ആ കടലപ്രഥമൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും നന്ദിതേ. അയ്യോ വേണ്ട, ഇപ്പൊ തന്നെ വേറെ ഫുള്ളായി. അതൊന്നും പറഞ്ഞാ പറ്റില്ല. 4 തരം പായസവും കുടിപ്പിച്ചിട്ട് വിശ്വട്ടനെ ഞങ്ങൾ വിടൂ. അയ്യോ, എന്നാൽ ഈ അജയൻ ടീച്ചർ എന്താ വരാത്തെ? നമ്മള് വിളിച്ചതല്ലേ? മരിക്കുന്നത് പോട്ട് അവരുടെ വയറെങ്കിലും ഇളകുവോ? അവനെ വിളിച്ച് ചോദിക്കും, കലക്കിയത് വിഷമാണോ വല്ല പ്രോട്ടീൻ പൗഡർ ആണോ പറഞ്ഞു കേട്ടോ. ചുമ്മാ മനുഷ്യനെ കുതിപ്പിക്കുന്ന ഒരു കഥയും കൊണ്ട് വന്നേക്കുന്നു. വിഷം കലക്കിയെന്ന് മാങ്ങാ തൊലി. താൻ ഏത് കറിയിലാടോ വിഷം ചേർത്തത്? ആളെ പറഞ്ഞു പറ്റിക്കുന്നു. നടക്കത്തില്ലെങ്കിൽ അത് ആദ്യമേ പറയണ്ടേ? വേറെ ആരെയെങ്കിലും ഏൽപ്പിക്കാമായിരുന്നല്ലോ. ഇനി മേലെ തന്നെ എന്റെ കൺമുന്നിൽ കണ്ടോ വച്ചിട്ട് പോടോ. ആടി ചവയ്ക്കുന്ന ചവയ്ക്ക. എന്തായി, വില നടക്കോ? അജയൻ വന്നേ. എന്തോന്ന്? വാ പറയാം. എന്തുവാ? ഞാൻ ഏൽപ്പിച്ചവൻ എന്നെ ചതിച്ചു. എന്താണ്? അവന് സമയത്തിന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയില്ലെന്ന്. അപ്പൊ ഇത്തവണയും നമ്മള് പതിയെ അവര് കേക്കും. പിന്നെ ഇപ്പൊ ആരും കേട്ടാ എന്തോന്ന്? എന്നാലും എന്റെ നാഗു
നല്ലൊരു ഓണായിട്ട് നീ എന്നെ പട്ടിണി കിട്ടി കളഞ്ഞില്ലേടി. അങ്ങോട്ട് നോക്ക്, കണ്ടിട്ട് സഹിക്കുന്നില്ല. എന്തായാലും ഞാൻ പോയി കഴിക്കാൻ പോവാ. വേണ്ട. അതെന്താ? ഇനി ശരിക്കും അയാൾ വിഷം ചേർത്തിട്ടുണ്ടെങ്കിലോ? അപ്പോ ശരിക്കും നാഗുലിന് ഇഷ്ടല്ലേ? നോക്കൂ. എന്താ? ഞാൻ ഒരു കാര്യം പറയട്ടെ. പറ. എന്ത് പറയട്ടെ? പറയേ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. സൂര്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഓണം പൊന്നോണം 2024 ഓവറോൾ കിരീടം നേടിയ സർവശ്രീ വേമ്പനാട്ട് സുനീഷ് കുമാറിന് മെറ്റൽ ഡാം മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫി സമ്മാനിക്കുവാനായി ആദരണീയായ ആലപ്പുഴ ജില്ലാ സബ് കളക്ടർ അലമേലു IAS-നെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എന്റെ മോന് ഇവളുടെ കൈ കൊണ്ട് സമ്മാനം വേണ്ട. നീ മിണ്ടി പോവരുത്. നാണുണ്ടോടാ നിനക്ക് ഇവളുടെ കൈ കൊണ്ട് സമ്മാനം വാങ്ങാൻ? ഝാൻസി റാണി കമലാക്ഷിയുടെ മോൻ അത്രയ്ക്ക് അധവദിച്ചോടാ. നിനക്ക് സമ്മാനം ഞാൻ തരാം. ഇങ്ങോട്ട് താടി. പിടിക്കടാ, പിടിക്കടാ. വാടാ, വരാൻ. കളക്ടറെ, സങ്കടായോ? സങ്കടപ്പെടണ്ട കേട്ടോ. ഹാപ്പി ആണോ? Thank you. Same to you. അയ്യ, അവളെന്താ ഇത്രയും വൈകുന്നത്? ഞാനും അതാ ആലോചിക്കുന്നത്.
ഓണായിട്ട് അവധിയെടുക്കാൻ ഞാൻ പറഞ്ഞതാ. അവള് കേക്കണ്ടേ? അത്യാവശ്യമായിട്ട് എന്തൊക്കെയോ അപ്പോയിന്റ്മെന്റ് ഉണ്ടെന്ന്. എന്നാലും ഇതൊരു വല്ലാത്ത ജോലി ഭ്രാന്ത് തന്നെയാ. മോളിങ് വന്നോളും. നല്ലൊരു ദിവസമായിട്ട് പെരിയോരും ഒക്കെ ഇങ്ങനെ പട്ടിണി ഇരിക്കണോ? പോയെന്തെങ്കിലും കഴിക്ക്. നിനക്ക് വിശക്കുന്നുണ്ടോ? എന്റെ വിശപ്പല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഓണമെന്നും പറഞ്ഞ് ഇത്രയൊക്കെ ഒരുക്കിയിട്ട് ആരും ഒന്നും കഴിക്കാതിരുന്നാ അത് സങ്കടമാകത്തില്ലേ?